ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാന്ന് പറയുന്നത് ഇത്രയും എളുപ്പപ്പണിയാണെന്നുള്ളത് ഈ അടുത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. ക്യൂട്ട് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് എത്രയോ തവണ ജേർണലിംഗ് ഒരു തട്ടിക്കൂട്ട് പരിപാടി ആക്കിയിട്ടുണ്ട്. എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല. ഇതുപോലൊരു വൈറ്റ് പേപ്പറിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരച്ചു കൊടുക്കാം. ഞാൻ ഈ പിക്ചേഴ്സ് എല്ലാം പിൻട്രസ്റ്റിൽ നോക്കി എടുത്താണ് കേട്ടോ. പിൻട്രസ്റ്റിൽ കവായ സ്റ്റിക്കേഴ്സിനോ അല്ലേ വേണ്ട, സ്റ്റിക്കേഴ്സ് സെർച്ച് ചെയ്താൽ തന്നെ ഇങ്ങനെയുള്ള പിക്ചേഴ്സ് ഒക്കെ കിട്ടും. ഇനി ഇത് കളറോടെ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി വരക്കാൻ അറിയാത്തവരാണെങ്കിൽ ഡോൺ വറി, അതിനും സൊല്യൂഷൻ ഉണ്ട്. ഫോണിന്റെ ബ്രൈറ്റ്നസ് കൂട്ടി അങ്ങോട്ട് വെച്ചിട്ട് ട്രേസ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് വൈറ്റ് സ്പേസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയാണല്ലോ സ്റ്റിക്കേഴ്സ്. ഇനി ഇതുപോലെ പേപ്പറോ കാർഡ്ബോർഡോ അല്ലെങ്കിൽ ഗ്ലാസ് ഷീറ്റോ എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് സെലോ ടാപ്പ് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സ് കൂടെ ഇതുപോലെ സെലോ ടാപ്പിൽ ഒട്ടിച്ചിട്ട് നേരത്തെ നമ്മൾ വൈറ്റ് സ്പേസ് ഇട്ട് കട്ട് ചെയ്ത പോലെ തന്നെ കുറച്ച് സെലോ ടാപ്പ് ബാലൻസ് വരുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മുടെ ഷീറ്റിലേക്ക് ഒട്ടിച്ചുകൂടെ കൊടുക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ പരിപാടി, സ്റ്റിക്കേഴ്സ് റെഡി. ഇനി ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്തെടുത്ത് ഒട്ടിച്ചാൽ മാത്രം മതി. സ്റ്റിക്കേഴ്സ് ഇല്ല എന്നുള്ള റീസൺ പറഞ്ഞിട്ട് ആരും ഇനി ജേർണലിംഗ് ചെയ്യാണ്ടിരിക്കണ്ട. അപ്പോൾ എങ്ങനെയാ, സ്റ്റിക്കേഴ്സ് ഇഷ്ടമായ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യാൻ മറക്കണ്ട. കൂട്ടത്തിൽ ജേർണലിംഗ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേ.